ഹായ്, ഇന്ന് നമുക്ക് പിസ്സ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട ഉടച്ച് വേണം എടുക്കാൻ വേണ്ടി. ഇതെല്ലാം ഇടാം. നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടി പോവരുത്, കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലിത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലും കൂടെ നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ തൂത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മാവെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഇങ്ങനെ പരത്തി കൊടുക്കണം. എല്ലാ സൈഡിലും ഒരുപോലെ കട്ടി വരാൻ പാകത്തിന് നമുക്കിങ്ങനെ പരത്തി കൊടുക്കണം. ഇപ്പം ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലായിടത്തും ഇങ്ങനെ നന്നായിട്ട് പറ്റണം. 1-2 ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ചീസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്രീൻ ക്യാപ്സിക്കം കുറച്ച് വിതറാം. ഇനി കുറച്ച് സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതും കുറച്ച് നമുക്കിതിൽ തൂളി കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റും കൂടെ അങ്ങനെ നമുക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചീസും കൂടെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് സോസും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പത്തൊരു അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് എടുത്തു വയ്ക്കാം. തീ സിമ്മിലിട്ടാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 15 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.